എല്ലാ ലവ് മാരേജും ഡിവോഴ്സിലോട്ട് പോകുന്നുണ്ടോ? ഞാൻ ഡോക്ടർ സുധാകരൻ കല്യാസ്, സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു ലേഡി അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ലവ് മാരേജ് ആണോ? അപ്പോൾ അവരെന്നോട് ചോദിക്കുക, ലവ് മാരേജ് ആയതുകൊണ്ട് എന്താണ് സാർ പ്രശ്നം? ലവ് മാരേജ് ആയതുകൊണ്ട് പ്രശ്നമല്ല, പക്ഷേ മിക്ക ലവ് മാരേജും ദാമ്പത്യ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു പ്രണയം നടക്കുമ്പോൾ നമുക്കറിയാലോ, അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. ഒരു രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഒരു പ്രണയം വിവാഹത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചൊരു സ്ട്രഗിളിങ് കൂടിയാണ്. ആ സ്ട്രഗിൾ ചെയ്ത് വിവാഹത്തിലെത്തുമ്പം അവരുടെ സന്തോഷം ഒരു പീക്ക് ലെവലിലെത്തുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഹാപ്പി ഹോർമോണായ ഡോപ്പോമിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് ലവ് മാരേജ് വിവാഹത്തിലെത്തുമ്പോൾ ഡോപ്പോമിൻ പീക്കിലായിരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് കണ്ടുമുട്ടാൻ ബുദ്ധിമുട്ടില്ല, കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഡോപ്പോമിൻ്റെ താരതമ്യേന അളവ് കുറവായിരിക്കും വിവാഹശേഷം. അതേസമയം ഒരു അറേഞ്ച്ഡ് മാരേജിലാണെങ്കിലും, അറേഞ്ച്ഡ് മാരേജിൽ ഒരു 3 മാസം മുമ്പേ കാണുന്നുണ്ടാവാം, സംസാരിക്കുന്നുണ്ടാവാം, പരിചയപ്പെടുന്നുണ്ടാവാം. പക്ഷെ പലപ്പോഴും അറേഞ്ച്ഡ് മാരേജിൽ ആഫ്റ്റർ മാരേജ് ആണ് ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ പ്രണയം പോലും നടക്കുന്ന അവിടെയാണ്. അവിടെ ഡോപ്പോമിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ലവ് മാരേജിൽ ഡോപ്പോമിൻ്റെ അളവ് കല്യാണത്തിന് ശേഷം കുറയുമ്പം മറ്റിടത്ത് കൂടുന്നു. ഈ ഡോപ്പോമിൻ കുറയുമ്പം സ്വാഭാവികമായിട്ടും വ്യക്തിത്വ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും.